മൈൻഡ്ഫുൾനെസ് പറയുമ്പോൾ നിങ്ങൾ ആ മൊമെന്റിൽ പ്രസന്റ് ആയിരിക്കും, അവിടെ സന്നിധനായിരിക്കും, അവിടെ ഉണർവോട് കൂടിയിട്ട് ആ നിമിഷത്തിൽ നിങ്ങൾക്ക് ആയിരിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഇന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസിന്റെ ഹൗ സ്കിൽസ് ആണ്. ഹൗ, അതായത് മൈൻഡ്ഫുൾനെസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. Mindfulness means being awake. It means knowing what you are doing. ജോൺ കബാട്സൺ പറയുക, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നിങ്ങൾ അവൈക്ക് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ അറിയുന്ന ഒരവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന മൈൻഡ്ഫുൾനെസ് സ്കില്ലാണ് മൈൻഡ്ഫുൾനെസ് ഹൗ. ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ മൈൻഡ്ഫുൾനെസ് വാട്ട് നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിലാണ് ആദ്യം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക, അതിനുശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ മൈൻഡ്ഫുൾനെസ്സിനെ വീക്ഷിക്കാം, എങ്ങനെ അതിനെ വിവരിക്കാം, എങ്ങനെ അതിലൊരു ഭാഗമാകാൻ സാധിക്കും, നമുക്ക് നോക്കാം. സോ മൈൻഡ്ഫുൾനെസ് ഹൗ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഈ ഹൗ സ്കിൽസ് മെയിൻലി 3 എണ്ണമാണുള്ളത്. അവയാണ് ഹൗ നോൺ ജഡ്ജ്മെന്റലി, അതായത് ഒന്നാമത്തെ ഹൗ നോൺ ജഡ്ജ്മെന്റലി, രണ്ടാമത്തെ ഹൗ മൈൻഡ്ഫുള്ളി, മൂന്നാമത്തെ ഹൗ ഇഫക്റ്റീവ്ലി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എങ്ങനെ മൈൻഡ്ഫുൾനെസ് ചെയ്യാമെന്നുള്ളത്. സോ ഒന്നാമത്തെയാണ് ഹൗ നോൺ ജഡ്ജ്മെന്റലി. നിങ്ങൾ ആയിരിക്കുന്ന മൊമെന്റ് അതെങ്ങനെയാണോ അതങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നല്ലതാണോ പൊട്ടയാണോ തെറ്റാണോ എന്നൊന്നും ഒരു മൂല്യനിർണ്ണയം നടത്താതെ അതെങ്ങനെയാണോ അത് ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തിന്മേലുള്ള ഫാക്ട്സ്, അത് നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ ആ ഫാക്ട്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വസ്തുതകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഫോക്കസ് ചെയ്യുക. അവിടെ ജഡ്ജ്മെന്റ്സ് എടുക്കേണ്ട ആവശ്യകതയില്ല. ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോഴുള്ള വസ്തുതകൾ എന്താണോ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ മൈൻഡ്ഫുൾനെസ് ഹൗ കാണുകയാണ്. സോ ഐ എം ജസ്റ്റ് വാച്ചിങ് ദ മൈൻഡ്ഫുൾനെസ് വീഡിയോ. ഐ എം ഫീലിംഗ് ഹോട്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചിന്തകളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ ചിന്തിക്കുക. ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും വളരെ സരളമായിട്ട് തോന്നുകയാണെങ്കിലും ഇത് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജഡ്ജ്മെന്റ്സ് നമുക്ക് അങ്ങ് ഒഴിവാക്കി ഒറ്റയടിക്ക് കളയാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ന് രാവിലെ എക്സർസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നെന്ന് വിചാരിക്കുക. എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല, നിങ്ങൾ കുറച്ച് ഉറങ്ങിപ്പോ. അപ്പോൾ അത് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഉന്മേഷക്കുറവ്, എല്ലാം ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ കുറച്ച് സാഡായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഓൾറെഡി ആ സാഡ്നെസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചതിന് മൂലം, അതായത് ഞാൻ എന്ത് തോൽവിയാണ്, എനിക്ക് വീണ്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ സാധിച്ചില്ല, വീണ്ടും ഞാൻ പരാജയപ്പെട്ടു, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്താഗതി മൂലം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് അവിടെ ഇത്തരത്തിലുള്ള ചിന്തയുണ്ടായതിനെ നിങ്ങൾ അവിടെ ജഡ്ജ് ചെയ്യുന്നു. അതുമൂലം നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവ് ഇമോഷൻസ് ആണ് മനസ്സിൽ വരുന്നത്. ഓൾറെഡി നിങ്ങൾ പോകാൻ പറ്റാത്ത കാരണം, എക്സസൈസിന് പോകാൻ പറ്റാത്ത കാരണം സേഡായിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ചിന്തിക്കുന്ന നിങ്ങൾ തോൽവിയാണ്, ഇത്തരത്തിലുള്ള ചിന്തകൾ വീണ്ടും മനസ്സിലേക്ക് എന്താ വരണേ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ ഡിപ്രസ്ഡ് ആയി പോവുക ചെയ്യുന്നു. സോ ആ ഡിപ്രഷനെ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. സോ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാര്യത്തിനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ആ നെഗറ്റീവ് ഇമോഷൻസിനെയും ഡിഫിക്കൽട്ട് ഇമോഷൻസിനെയും ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ വീണ്ടും ഡിപ്രസ്ഡ് ആണെങ്കിൽ കൂടുതൽ ഡിപ്രസ്ഡ് ആയി പോകും. അങ്ങനെ നമ്മൾ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ജഡ്ജ്മെന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ വെൽബീയിങ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നോൺ ജഡ്ജ്മെന്റിലായിരിക്കുക എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇപ്പൊ സംഭവിക്കുന്ന എല്ലാത്തിനെയും അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ എഗ്രി ചെയ്യുന്നു എന്നുള്ളതല്ല. അതേപോലെ തന്നെ
നിങ്ങളുടെ പ്രിഫറൻസിനെയോ നിങ്ങളുടെ ആഗ്രഹങ്ങളെയോ കുറിച്ച് നിങ്ങൾ നിശബ്ദമായിരിക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാല്യൂസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൂല്യങ്ങളും മറ്റും നിങ്ങളുടെ താല്പര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ജഡ്ജ്മെന്റ്സ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടാണ്. അതിനുശേഷം കുറച്ചാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരാം. ഇയാള് പൊട്ട മനുഷ്യനാ, ഇയാൾ ഇങ്ങനെ ആവരുത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യുക ചെയ്തേ, അതായത് ഇയാൾ പൊട്ട മനുഷ്യനാ, ഇയാൾ ഇങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ അവിടെ ആ നെഗറ്റീവ് സ്പൈറൽ ചിന്തകൾ വീണ്ടും മുന്നോട്ട് പോയി ഒരു ബാറ്റിൽ നടക്കുക ചെയ്യുന്ന മനസ്സിൽ, അല്ലെ? സോ ഇത് പറയുന്നതിന് പകരം നിങ്ങൾക്ക് പറയാം, എനിക്ക് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇഷ്ടമല്ല, ഇയാൾ എൻ്റെ അടുത്ത് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നു, ഇദ്ദേഹം വേറെ രീതിയിലായിരുന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ മനസ്സിലുള്ള ആ ചിന്തകളെ അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തക്കാളി ഒരു വൃത്തികെട്ട ഭക്ഷണമാണ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് നോൺ ജഡ്ജ്മെന്റിൽ പറയാൻ ശ്രമിക്കാം, എനിക്ക് തക്കാളി ഇഷ്ടമല്ല, എനിക്ക് കൊള്ളിയാണ് ഇഷ്ടം. സോ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾ അവിടെ ആ ബാറ്റിൽ നിന്നും ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് മനസ്സിലുണ്ടാകുന്ന ആ നെഗറ്റീവ് ഇമോഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുള്ള ആ ബാറ്റിൽ നിന്നും ഒഴിവായി പോവാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇമോഷനെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ മനസ്സിൽ വരുന്ന ആ ചിന്തകളെ നിങ്ങൾ അക്നോളജ് ചെയ്യുകയാണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ജഡ്ജ് ചെയ്യാതെ തന്നെ. രണ്ടാമത്തെ മൈൻഡ്ഫുൾനെസ് ഹൗസ് സ്കില്ലാണ് ഹൗ മൈൻഡ്ഫുള്ളി എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെയും അനാവശ്യമായിട്ടുള്ള തോട്ട്സുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ മൊത്തം അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തുടക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആവാം തീർച്ചയായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോക്കസ് പാസ്റ്റും ഫ്യൂച്ചറിലോട്ടും മാറി മാറി നിന്ന് ആകുലപ്പെടുന്ന, അല്ലാന്ന് കഴിഞ്ഞാൽ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ളതായിരിക്കും. പലപ്പോഴും നമ്മളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്തകളാണ്. അതായത് നമുക്ക് ഓൾറെഡി പ്രസന്റ് ഉണ്ട്. സോ ഇപ്പോഴത്തെ പ്രസന്റിൽ എന്തായാലും നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും പെയിൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ട് ഒരു പരിധിവരെ സഫറിങ് ഉണ്ടായിരിക്കാം, അതൊരു പരിധിവരെ നമ്മൾ സഫർ ചെയ്യുക തന്നെ വേണ്ടി വരും. പക്ഷെ പല സമയങ്ങളിലും ഒരു പ്രസന്റിലെ ഒന്നേ പെയിൻ എന്ന് പറയുന്ന കാര്യം സഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറിന്റെയും പെയിനും കൂടി ഒരുമിച്ച് അനുഭവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒന്നിന്റെ സ്ഥലത്ത് 3 പെയിനുകൾ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. 3 പെയിനിനോടൊപ്പം 3 സഫറിങ് അനുഭവിക്കുന്ന അവസ്ഥ. പാസ്റ്റിലെ ചിന്തകൾ കൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടായിരിക്കാം, ഫ്യൂച്ചറിലെ ചിന്തകളെ കൊണ്ട് നമ്മൾ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. ഈ ആകുലപ്പെട്ട് നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ കാര്യം ശരിക്കും സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച സമയത്തെ അതേ വേദനകളും ഡിഫിക്കൽട്ടികളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സോ കാര്യങ്ങൾ നേരിട്ട് നമ്മുടെ അടുത്ത് സംഭവിക്കുന്നില്ലെങ്കിലും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ വളരെ ഡിഫിക്കൽട്ടും നെഗറ്റീവ് ഇമോഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻ അനുഭവിക്കേണ്ടടുത്ത് നമ്മൾ 3 പെയിൻ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് തന്നെ നമ്മൾ മൈൻഡ്ഫുള്ളി പ്രസന്റിൽ നമ്മൾ ആയിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും ചിന്തകളും മറ്റും നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കുകയും പ്രസന്റിലെ പെയിൻ മാത്രം അതും മാനേജബിൾ രീതിയിൽ നമുക്ക് സഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ നമ്മളുടെ ഫോക്കസ് പ്രസന്റിലായിരിക്കുക, മൈൻഡ്ഫുൾ ആയിരിക്കുക, നമ്മളുടെ അറ്റൻഷൻ പ്രസന്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതൽ കാമായിരിക്കും, കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. സോ ഹൗ മൈൻഡ്ഫുള്ളി എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ള ഫോക്കസ് അതിലേക്ക് അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഈ വെള്ളം കുടിക്കുന്ന കാര്യത്തിലോട്ട് എന്നെ മൊത്തം ഫോക്കസ് അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എന്റെ ഫോക്കസ് മൊത്തം ഞാൻ വെള്ളം കുടിക്കുന്നതിലായിരുന്നു. അതായത് ഞാൻ വെള്ളം രുചിച്ച് വായിലൂടെ ഇറക്കുന്ന ആ ഗൾപ്പ് ചെയ്യുന്ന ഫീലിംഗ്, ആ സൗണ്ട്സ്, ആ കാര്യത്തിലോട്ടായിരുന്നു എന്റെ മൊത്തം ഫോക്കസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്തോ മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. ഒന്നല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവിടെ ഫിനിഷ് ചെയ്യേണ്ട വർക്ക്, അല്ലെങ്കിൽ അവനോ അവളോ എൻ്റെ അടുത്ത് പറഞ്ഞ രീതി, അല്ലെങ്കിൽ ബോസ് എന്നെ ശകാരിച്ച രീതി, ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്റെ ഫോക്കസ് കൊണ്ടുവന്നപ്പോൾ ആ സമയത്ത് എന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ അലട്ടുന്നില്ല.
ഇത്തരത്തിലുള്ള ഫോക്കസ് മൂലം ഇത്തരത്തിലുള്ള പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും ആകുലപ്പെടുത്തുന്നതോ പ്രശ്നം വരുത്തുന്നതായിട്ടുള്ള ചിന്തകൾ എന്നെ അലട്ടുന്നില്ല. സോ ഞാൻ കൂടുതൽ കാമായിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാർ ഓടിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഫോക്കസ് കൊടുക്കാം. ആ റോട്ടിൽ പോകുന്ന വാഹനങ്ങൾ, ആ സ്റ്റിയറിംഗ് വീലിൽ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ആ വാംത്ത്, അതുപോലെ തന്നെ മാറ്റേണ്ട ഗിയറിന്റെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, നിങ്ങളുടെ ധ്യാനം മൊത്തം നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന കാര്യത്തിലേക്ക് അർപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും, പലപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്തോ മറ്റോ നിങ്ങൾ ആകുലപ്പെട്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടോ ആയിരിക്കാം, ഓട്ടോ പൈലറ്റ് രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ മൈൻഡ്ഫുള്ളി ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ മൈൻഡ്ഫുള്ളി ആയിരിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്ന മൈൻഡ്ഫുള്ളി ചെയ്യാൻ സാധിക്കും. എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് മൈൻഡ്ഫുള്ളി ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഫോക്കസ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അതായത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രം കുടിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോൾ പൂർണ്ണമായ ഫോക്കസ് ഡ്രൈവ് ചെയ്യുന്നതിൽ കൊടുക്കുക, പാട്ട് കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഫോക്കസ് ആ കേൾക്കുന്ന പാട്ടിലും അതിന്റെ അർത്ഥത്തിലും അതിന്റെ ടോണിലും മറ്റുമുള്ള മാധുര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആകുലപ്പെടുന്ന സമയത്ത് പൂർണ്ണമായും ധ്യാനം അല്ലെങ്കിൽ ആ ഫോക്കസ് ആകുലതയിൽ തന്നെ കൊടുക്കുക. ഇനി മൂന്നാമത്തെ മൈൻഡ്ഫുൾനെസ് ഹൗസ് സ്കില്ലാണ് ഹൗ ഇഫക്റ്റീവ്ലി എന്ന് പറയുന്നത്. ഹൗ ഇഫക്റ്റീവ്ലി എന്ന് പറയുന്ന സ്കില്ലിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊമെന്റില് നമ്മളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഫലപ്രദമായി ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലാണ് നമ്മളുടെ ലക്ഷ്യവും അതുപോലെ തന്നെ ആഗ്രഹവും സഫലീകരിക്കുക. ഇവിടെ നിങ്ങൾ ന്യായം അന്യായം തെറ്റ് ശരി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടരുത്. എന്താണോ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഫലപ്രദമായി കാര്യം നടക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വേണ്ടേ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൊല്യൂഷനിലോട്ട് നിങ്ങൾ ഓപ്പൺഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും മറ്റും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും റൂൾസിന് അനുസൃതമായി, നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എക്സാമിന് പോവാം. എക്സാം തുടങ്ങാൻ പോകുന്നത് 10 മണിക്കാണ്. നിങ്ങൾക്ക് 9:45 നിങ്ങൾ നോക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നേക്കുക. നിങ്ങൾക്ക് എക്സാം തുടങ്ങാൻ 15 മിനിറ്റാണ് ബാക്കിയുള്ളത്. സോ 15 മിനിറ്റ് ബാക്കിയുള്ളടത്ത് അടുത്തൊരു ഷോപ്പ് ഉണ്ട്. അടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾ പോയപ്പോൾ കടക്കാരൻ എന്തോ കാരണം പറഞ്ഞിട്ട് പ്രിന്റ് എടുക്കാനായിട്ട് പറയുന്ന ഫീ എന്ന് പറയുന്നത് 40 രൂപയാണ്. സാധാരണ പ്രിന്റ് എടുക്കാനുള്ള ഫീ എന്ന് പറയുന്നത് 5 രൂപ മുതൽ 10 രൂപയ്ക്ക് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിക്കാറ്. പക്ഷെ ഇദ്ദേഹം 40 രൂപ പറയുന്നു. അത് നിങ്ങൾക്ക് തീരെ അക്സെപ്റ്റബിൾ അല്ല, കാരണം നിങ്ങളത് വലിയ അന്യായമായിട്ട് കണക്കാക്കുന്നു. അതേ സമയത്ത് അടുത്ത പ്രിന്റ് ഷോപ്പ് എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് ദൂരെയാണ്. സോ ഇവിടെ എന്താണ് ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? 40 രൂപ കൊടുത്തിട്ട് ആ പ്രിന്റ് എടുത്തിട്ട് പോയി എക്സാം എഴുതുക. വേറെ നിങ്ങൾ 30 മിനിറ്റ് ദൂരെയുള്ള കടയിലേക്ക് പോയി കഴിഞ്ഞാലോ പ്രിന്റ് എടുക്കാൻ, എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ എക്സാമിന് ലേറ്റ് ആകും. ഒരു പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല. സോ ഇവിടെ ന്യായവും അന്യായവും നോക്കി അതിന് ആനുപാതികമായിട്ട് മാത്രമേ പെരുമാറുമെന്ന് ശടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാവുക. നിങ്ങൾ അവിടെ ഫ്ലെക്സിബിൾ അല്ലാത്തൊരു ബിഹേവിയർ ആണ് കാണിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ഹാനികരം. സോ ശരി തെറ്റ് എന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ന്യായം അന്യായം എന്നൊന്ന് ചിന്തിക്കാതെ നിങ്ങൾ അവിടെ എന്താണ് വർക്ക് ചെയ്യുക, വാട്ട് വർക്ക്സ്, എന്താണ് ഫലപ്രദമായിട്ടുള്ളത്, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള ഹൗ സ്കിൽസ്, മൈൻഡ്ഫുള്ളി ഹൗ. സോ നമ്മളിവിടെ പറഞ്ഞ 3 സ്കില്ലുകളായിരുന്നു. ഹൗ നോൺ ജഡ്ജ്മെന്റലി, രണ്ടാമത്തെ ഹൗ മൈൻഡ്ഫുള്ളി, മൂന്നാമത്തെ ഹൗ ഇഫക്റ്റീവ്ലി. സോ ഇത് 3ഉം നിങ്ങൾ മനസ്സിലാക്കി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ 3 സ്കില്ലുകളും നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന മൈൻഡ്ഫുൾനെസ് വാട്ട് എന്ന് പറയുന്ന സ്കിൽ എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സമയമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതായത് 1 at a time. ഇത് നിങ്ങൾക്ക് എല്ലാം ഓൾ ടുഗദർ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്കില്ലുകളാണ്. സോ നമുക്ക് ഈ ഹൗ മൈൻഡ്ഫുൾനെസ് ഹൗ സ്കിൽസ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത്, ഒരു അഭിപ്രായ ഭിന്നതയുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊത്തം ശ്രദ്ധ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ കേൾക്കാനായിട്ട്, നിങ്ങളുടെ മനസ്സിലുള്ള വ്യൂ പോയിന്റ്സ് മറ്റോ അവിടെ ഉന്നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട് ഇരുത്തി കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. സോ മൈൻഡ്ഫുള്ളി അവിടെ ലിസണിങ് ആയി. ഇനി അതുപോലെ തന്നെ അദ്ദേഹം ആ പറയുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അവിടെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ളത്
അത് മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് സബ്മിസീവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താന്നു കൊടുത്തുകൊണ്ടോ അവിടെ നിങ്ങൾക്ക് ഇൻസെക്യൂർ ഫീൽ ചെയ്തുകൊണ്ടോ നിങ്ങൾ പറയാതിരിക്കുന്നതിന് പകരം നിങ്ങൾ അവിടുത്തെ എന്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലാണ് അവിടെ കാര്യം നടക്കുക എന്നുള്ളത് ഇഫക്റ്റീവ്ലി അവിടെ ഉന്നയിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ റിയാലിറ്റിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതെ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്ത് അതും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ കൂടുതൽ എടുക്കും. കൂടാതെ കൂടുതൽ പ്രസന്റിലായിരിക്കാൻ സാധിച്ചത് മൂലം നിങ്ങൾക്ക് അവിടെ കൂടുതൽ കൺട്രോളും അതുമൂലം ആ കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തുഷ്ടിയും അനുഭവിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളെ കൂടുതൽ കാം, അതുപോലെ തന്നെ ഫോക്കസ്ഡ്, അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു മൈൻഡ്ഫുൾനെസ് സ്കില്ലാണ്. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് പ്രാക്ടീസിങ്. ഇത് പ്രാക്ടീസ് ചെയ്താലാണ് ഇംപ്രൂവ് ആവുക. ആദ്യം തന്നെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് വളരെ ട്രിവിയൽ ആയിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇത് വർക്കാവുമെന്ന് തോന്നിയേക്കാം. സോ ഇത് ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ലോലി നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഇത് ഒറ്റയടിക്ക് വരണമെന്നില്ല. ഇത് ഒറ്റയടിക്ക് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പക്ക മൈൻഡ്ഫുള്ളായി നിങ്ങളുടെ ധ്യാനം ശ്രദ്ധ പോവാതെ നിങ്ങളത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളിത് വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് മൂലം ഏതൊരു സ്കില്ലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ ഇംപ്രൂവ് ആവുന്നത് മൂലം ഈ സ്കില്ലും ഇംപ്രൂവ് ആയി വരും. അങ്ങനെ ഇംപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ്ലി നിങ്ങളുടെ ലൈഫിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ട്രൈ ദിസ് ഔട്ട്.